ഇങ്ങനെ എപ്പോഴും ഈ പ്രാർത്ഥിച്ച 3/4 മണിക്കൂർ ഉണ്ടായിരുന്നു എനിക്ക് എക്സർസൈസ് ചെയ്ത് എന്റെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കാമായിരുന്നു. നീ എഴുന്നേക്കുന്നില്ലേടി? അമ്മ മകളെ തിരിച്ചറിഞ്ഞ അതോ മകളെ അമ്മയെ തിരിച്ചറിഞ്ഞോ എനിക്കറിയില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? അതേ ചെമ്പരത്തി പുതിയ സീരിയലിലെ കാര്യമേ ഡെയ്സി തിരിച്ചറിഞ്ഞാവോ? നീ മടി ചോർന്ന അവരുടെ തിരിച്ചറിഞ്ഞാ മതിയായിരുന്നു. കാര്യമല്ല ഞാൻ എടുത്തു വെച്ചത്. നീ പോയി ചോറിട്ടു കളഞ്ഞു. എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ നെയിൽ പോളിഷ് ഉണങ്ങിയിട്ടില്ല. എടി നീ പോയി ചോറിട്ടു കളഞ്ഞു. അമ്മച്ചി തട്ടിച്ച് നിൽക്കണം അമ്മ എന്നെ വിളമ്പി തന്നാ മതി. എടാ എന്റെ പെൺകുട്ടിന് ചോറിട്ടു കളഞ്ഞാ. അയ്യോ ഞാനൊന്നും പറയത്തില്ല. അവള് മിസ് പോഞ്ഞിട്ടറിയാ. അടുത്ത മാസം എന്റെ സൗന്ദര്യ മത്സരം. എന്റെ ബോഡിയുടെ ഫിറ്റ്നസ് നോക്കണ്ടായോ? അയ്യോ ജോഡിച്ചായോ? നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഈ വയസ്സുകാലത്ത് എന്നെ ഇട്ടിങ്ങനെ ആലോചിപ്പിക്കാൻ വേണ്ടിയില്ലല്ലോ. നീ ചട്ടയും കൊണ്ട് വാങ്ങിച്ചു പറഞ്ഞിട്ട് എവിടെയാടാ? അത് അമ്മച്ചിക്ക് ഞാൻ കൊടുത്തേക്കായിരുന്നല്ലോ. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അമ്മച്ചിക്കല്ല ഇവളുടെ അമ്മച്ചിക്ക്. ചോറ് ഇവിടെ കൂറ അവിടെ ഇരുന്ന് ചോറ് ഇടടാ. അമ്മച്ചി ഞാനാ? അല്ല ഞാനാ. അല്ല ഞാനാ. ആദ്യമായിട്ടുണ്ടാക്കിയ കറിയാ. ഇതൊരു കുട്ടിക്കോ? ഇതിനൊരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. ജോൺ ചായ നമുക്ക് നല്ലൊരു സേവനത്തിനെ പോസ്റ്റ് ചെയ്യാം. ഈ വീട്ടില് നമുക്ക് 3 പേർക്കും ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അതൊന്നും വേലക്കാരി ആവശ്യമില്ല. അമ്മച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടെ ഒരു വേലക്കാരി വേണം. എന്റെ കുഞ്ഞു മേടിക്കുട്ടി ഈ വേലക്കാരി എന്ന് പറഞ്ഞ സിംഹമാണ് കുരങ്ങ. അതെന്താ? അതിന്റെ അല്ല ഇനി അഥവാ ഇപ്പൊ ഒരു വേലക്കാരി വരികയാണെങ്കിൽ തന്നെ ചെറുപ്പക്കാരി വന്നാ മതി. കുറച്ച് പ്രായമുള്ള മതി. ചോറ് കഴിഞ്ഞ് എന്നിട്ട് കിടക്കാൻ നോക്കണി. ആരാ? കേറി വാ. ഇതാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. ഐശ്വര്യമായിട്ട് പണിയൊക്കെ തുടങ്ങിയിട്ടേ. അത് നിങ്ങളുടെ ഈ പണിയൊക്കെ എങ്ങനെയൊന്ന് കണ്ടിട്ട് ഞങ്ങൾ തരാം. നമ്മുടെ പുതിയ സേവന്റ് നല്ല അടിപൊളിയാട്ടോ. അവര് രാവിലെ തുടങ്ങി നല്ല പണിയാ. ഒരു സ്ഥലത്ത് അവർ ഇരുന്നിട്ടില്ല. കഞ്ഞി വെക്കുന്നു, കറി വെക്കുന്നു, പാത്രം തേക്കുന്നു, തുണി അലക്കുന്നു, പശുവിനെ കുളിപ്പിക്കുന്നു. എന്തിനേറെ പശുവിന്റെ നെറുകയിലെ രാസ്നാഥ് പൊടി വരെ തേച്ചു കൊടുത്തവര്. എന്റെ പൊന്നു മേടിച്ചിട്ട് എന്ത് പറഞ്ഞാലും എന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയണ്ട. ഓടി വന്നേ വന്നിരുന്നാട്ടെ. ഇരുന്നാട്ടെ. ആ മാമ്പഴപ്പുളിശ്ശേരി ഒന്ന് കൂട്ടി നോക്കിയേ. നല്ല രുചി കേട്ടോ. നല്ല കൈപ്പുണ്യാട്ടോ എനിക്ക്. ആ മാങ്ങാച്ചാറിന്റെ ഒന്ന് കൂട്ടിക്കേ. കൊള്ളാം. നന്നായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ടോ? അയ്യോ ശീല ചേച്ചിക്ക്, ഫിലോമണ ചേച്ചിക്ക്, ശാരദ ചേച്ചിക്ക് ഒക്കെ ഇത്
എന്താ 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 തോന്നുന്നേ? എനിക്കൊന്ന് കിടക്കണം തോന്നുന്നു. ഇത് നിങ്ങളുടെ ആരാ? ഇവിടുത്തെ സെർവന്റ്. എന്നാലേ അവരെ പറഞ്ഞു വിടാം. അതെന്താ ഡോക്ടറെ? ആ ശരീരത്തിലുള്ള അസുഖങ്ങളില്ലേ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, എന്തിന് അവരുടെ ഹാർട്ടിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്. അവരെന്റെ സ്ഥിരം പേഷ്യന്റാണ്. നിങ്ങളെ പെട്ടെന്ന് ഈ കുടിക്കാൻ വെച്ചു. അത്രയും രോഗങ്ങൾ ആ ശരീരത്തിലുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ഇളവി കൊടുക്കണം. ഈ പാചകത്തിന് ഞാനൊക്കെ കരുതലാണ്. എന്നെ വെച്ച് അപ്പുറത്തെ പറഞ്ഞു പോയിട്ടുണ്ടോ? എന്നോട് ഒരു കാര്യം ചെയ്യും, ഒരു ആംബുലൻസ് കൂടി വിളിച്ച് ഏർപ്പാടാക്കിയത്. അതെന്തിനാ? ഈ പാചകത്തിന് എന്നെ വലിയ കാരണമല്ലോ ഞാൻ. എന്നെ വല്ലതും വിളിക്കാൻ അതെ, ഇവർക്ക് വിശ്രമം പോഷകാഹാരം ആവശ്യമാണ്. വൈറ്റമിൻസിന്റെ കുറവുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, അത് ഇവര് ചെയ്യും. ഞങ്ങൾ ചെയ്യാനാ? ഇവർക്ക് ദിവസം ഒരു രാവിലെ ഒരു ഗ്ലാസ് പാല്, ഒരു നേന്ത്രക്കാപ്പഴം പുഴുങ്ങിയത്, 5 മുട്ടയുടെ വെള്ളം. 5 മുട്ടയെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിലേ ഇത് തട്ടിപ്പോ. തട്ടിപ്പോയാലേ നിങ്ങളും നിങ്ങളെ കെട്ടിയവന്മാരും ഈ ഇരിക്കുന്ന അമ്മച്ചിയും കൂടുന്നു. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, ഇതൊക്കെ തന്നില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോവേ. അതെ, ഞാൻ പോയി വരാം. ഡോക്ടർ ഫീസ് ഫീസൊന്നും വേണ്ട, ഇത് ഫ്യൂസ് ആവാതെ നോക്കിയാൽ മതി. മറ്റേ ഇത് വെള്ളം എടുത്തോടെ താടി ഇനി നമ്മൾ എന്തോ ചെയ്യും? ഓ അയ്യോ അയ്യോ വെള്ളം. അയ്യോ കൊച്ചനെ നീ ഉമ്മ അയച്ചു ഇരുമ്പടാണ്.